വെടിനിർത്തൽ കരാറിന് സാധ്യത തെളിയുന്നു. 30 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിന്റെ പ്രതിനിധിയെ അറിയിച്ചു. വെടിനിർത്തലിനായി ഇടപെട്ട ഭാരതത്തിനും അമേരിക്കയ്ക്കും പ്രത്യേകം നന്ദി അറിയിച്ച് വ്ളാഡിമിർ പുടിൻ. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുമെന്നുള്ള വാർത്ത നേരത്തെ വന്നെങ്കിലും ഇപ്പോൾ അതിന് തയ്യാറാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രതിനിധിയെ അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, തീർച്ചയായും നേരത്തെ വന്ന ഒരു റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ ധാരണ തള്ളി എന്ന റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നില്ല എന്ന വിവരമാണ് ക്രെംലിനിൽ നിന്നുമെല്ലാം തന്നെ പുറത്തു വന്ന ചില വാർത്തകളിൽ വ്യക്തമായിരുന്നത്. എന്നാൽ ഇപ്പോൾ പുടിന്റെ ആ മറുപടികളും കൂടി വായിച്ചു നോക്കുമ്പോൾ വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായും അംഗീകരിക്കുകയല്ല, തത്വത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, പുടിൻ ഇക്കാര്യത്തും വിശദീകരിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വിശദീകരിക്കുമ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത്, നിലവിൽ അവിടെ ഉൾക്കൊള്ളുന്ന അവിടെ എന്ത് കാരണത്താലാണ് യുക്രൈനുമായി സംഘർഷമുണ്ടായത്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ഒരു ദീർഘകാല വെടിനിർത്തൽ സാധ്യത അപ്പോൾ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഈ നിലപാടുകൾ, അന്തിമമായ നിലപാടുകൾ യുക്രൈൻ മുന്നോട്ട് വെച്ച, അമേരിക്ക പ്രപ്പോസ് ചെയ്ത, അമേരിക്ക തയ്യാറാക്കി യുക്രൈനും അംഗീകരിച്ച ആ വെടിനിർത്തൽ ധാരണയെ തത്വത്തിൽ പിന്തുണയ്ക്കുന്നു എങ്കിൽ കൂടി ആ പ്രശ്നം പരിഹരിക്കുക, യുക്രൈന്റെ സംഘർഷത്തിന് യുക്രൈനുമായി ഉണ്ടായ സാഹചര്യം പരിഹരിക്കുകയും അതിനു വേണ്ടിയുള്ള ചർച്ചകൾ ട്രംപുമായി നേരിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ഹൗസുമായോ തന്റെ പ്രതിനിധികളുമായോ നടത്തേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ പുടിൻ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അത്തരത്തിൽ തന്നെയാണ് മറുപടിയായി കാര്യങ്ങൾ പറയുകയും ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറാണ് പുടിൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ വെടിനിർത്തൽ കരാറിന് തയ്യാറാണ്, വെടിനിർത്തലിന് തയ്യാറാണ് എന്നുള്ള കാര്യം റഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രതിനിധി അറിയിച്ചിരിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാക്കുകളിലേക്ക്. We agree with the propositions to stop hostilities, but we proceed from the fact that such ceasefire should be such that would lead to a permanent peace and remove the original causes of the crisis.